മഞ്ജു, അയ്യോ മോളെ. മഞ്ജു, ഹലോ, ഡോക്ടർ മഹിമ മാധവൻ. ചേച്ചി, ചേച്ചി, ഇത്രയും കാലത്തിനിടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പോലും ചേച്ചിക്ക് തോന്നിയില്ല അല്ലേ? കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ തിരിച്ചു വന്നില്ലേ? അമ്മയല്ലേ പറഞ്ഞത് ഇവരെല്ലാരും നമ്മളെ കാണുമ്പോ സന്തോഷിക്കുന്ന്, എന്നിട്ട് ഇവരെല്ലാരും കരയാണല്ലോ. ഞാൻ ആരാണെന്ന് മോക്കറിയോ? എന്റെ കുഞ്ഞമ്മ. ഹായ്, നല്ല ടോയ്സ് ആണല്ലോ കുഞ്ഞമ്മേ. ദാ, ഇത് കണ്ടോ? ഇതെല്ലാം എനിക്ക് വേണ്ടിയാ. ഇതേ മോളുടെ 1ാം പിറന്നാളിന് വാങ്ങി വെച്ചതാ. ഇതെല്ലാം മോളുടെ ഓരോ ബർത്ത്ഡേക്കും ഞങ്ങള് വാങ്ങിവെച്ച സമ്മാനങ്ങളാ. ദാ, ഇത് കണ്ടോ? മോളിനി തിരിച്ചു പോകുന്നുണ്ടോ? ഇതില് ബബിൾസ് വരൂ കുഞ്ഞമ്മേ. എന്താ മോളൊന്നും പറയാത്ത? മോള് കളിച്ചോട്ടോ. ഇനി ചേച്ചി പോകുന്നില്ല. 5 വർഷം എന്തൊക്കെയോ ലക്ഷ്യങ്ങളുടെ പുറകെ പോയിട്ട് എന്തായി? ഇനി എന്തെങ്കിലും സാധിക്കണമെങ്കിൽ സ്വന്തം നാട്ടിൽ മതി. ചേച്ചിക്ക് ഞങ്ങളെ പിരിഞ്ഞിരിക്കാൻ ഒരു വിഷമം ഉണ്ടാവില്ല. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ചേച്ചിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി 5 വർഷം ഞാൻ തന്നു. ഇനി പറ്റില്ല. എന്തായാലും കുറെ കാലത്തേക്ക് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ തന്നെ കാണും. ഭാനുവിന്റെ അവസ്ഥയെക്കുറിച്ച് മോൾ അറിഞ്ഞായിരുന്നോ? ഐശ്വര്യ മാഡം പറഞ്ഞിരുന്നു. ഭാനുമതി അമ്മയെ ശുശ്രൂഷിക്കാൻ എന്ന പേരിൽ പ്രീതി കാനഡയിലേക്ക് പോവാതെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുക. മോള് പോയതിനു ശേഷം ആ വീട്ടിലെ നിയന്ത്രണം പ്രീതി ഏറ്റെടുത്തു. ഞാൻ അവനെ പലതവണ വഴക്ക് പറഞ്ഞും തല്ലിയും അവളെ അവിടുന്ന് പറഞ്ഞു വിടാൻ ആവശ്യപ്പെട്ടിട്ടും അവൻ സമ്മതിച്ചില്ല. ഗിരിയേട്ടൻ സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു അതെന്റെ വിഷയമല്ല. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം ചെയ്യട്ടെ. പ്രതീക്ഷ മോളോട് ഗിരിയെ പറ്റി മോള് പറഞ്ഞായിരുന്നു? അവൾ അച്ഛനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് വിഷമാവൂന്ന് കരുതിയിട്ടാവും. പക്ഷേ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് അവളെ ഞാൻ ഗിരിയേട്ടന് പരിചയപ്പെടുത്തും. എന്തിന്? പ്രതീക്ഷ മോളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം അയാൾ അർഹിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഗിരിയേട്ടൻ പ്രതീക്ഷയുടെ അച്ഛനാ. അവളെ സ്നേഹിക്കാൻ ഗിരിയേട്ടനും അദ്ദേഹത്തെക്കുറിച്ചറിയാൻ മോൾക്കും അവകാശമുണ്ട്. ചേച്ചിയെ ചതിച്ച ഗിരിയേട്ടന് പ്രതീക്ഷയുടെ മേലിൽ ഒരു അവകാശവുമില്ല. ചേച്ചി എന്ത് ലക്ഷ്യങ്ങളുമായിട്ടാ നാട് വിട്ടേന്ന് എനിക്കറിയില്ല. ചിലപ്പോ അത് നേടാൻ ചേച്ചിക്ക് പറ്റി കാണില്ല എന്ന് കരുതി തോൽവി സമ്മതിച്ച് ഗിരിയേട്ടനോട് ക്ഷമിക്കാണോ വേണ്ടത്? ഗിരിയേട്ടൻ ഒരു ഭർത്താവെന്ന നിലയ്ക്ക് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്.
പക്ഷേ ഒരു അച്ഛനെന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഗിരിയേട്ടൻ എന്റെ ജീവിതത്തിൽ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ എന്റെ തീരുമാനം എന്റെ മോളുടെ മീതെ അടിച്ചേൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവള് ഗിരിയേട്ടനെ മനസ്സിലാക്കട്ടെ. എന്നിട്ട് അച്ഛന് ജീവിതത്തിൽ എത്രമാത്രം സ്ഥാനം കൊടുക്കണമെന്ന് അവള് തീരുമാനിക്കട്ടെ. ഹലോ, എങ്ങനെയുണ്ട്? കലക്കി മോളെ, നിനക്കേ ഈ മേഖലയിൽ നല്ല ഭാവിയുണ്ട്. ഞാനിതൊന്ന് ഫോട്ടോ എടുത്തോട്ടെ. ഫോട്ടോ ഫോട്ടോ എടുക്കട്ടോ മഹിമ, വേണ്ടോ? ആരെങ്കിലും കണ്ട മോശമാണ്. വേണ്ട 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 വേണ്ടടോ മഹിമ, വേണ്ട വേണ്ട നോക്കങ്ങോട്ട്. വേണ്ടടോ. ഇതേ വല്ലാതെ കലിപ്പനായിട്ട് ഷോ കാണിക്കുമ്പോ ഒന്ന് തണുപ്പിക്കാൻ ഉപകാരപ്പെടും. ഓ, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ശരിയാക്കി തരടി കാന്താരി. ആ ഹലോ. താൻ വീട്ടിലെത്തിയോ? ആ എത്തി. അവിടെ ഉള്ളവരോട് തന്റെ വരവിന്റെ ഉദ്ദേശത്തെ പറ്റി പറഞ്ഞോ? ഇല്ല, സമയമായിട്ടില്ല മാഡം. ഓക്കെ, താൻ സമയം കിട്ടുമ്പോ ഓഫീസിലേക്ക് ഇറങ്ങ്. കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. യെസ് മാഡം. ഇത് ഇത് അതല്ല അതല്ല ഇപ്പൊ കൊള്ളാ. നോക്കട്ടെ. ഇച്ചിരി കൂടി. സൂപ്പറാ. നിനക്ക് സുഖമാണോ? നീ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നല്ലോ, അപ്പോ കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട്. ഞാൻ ഈ വഴി പോയപ്പോ ഒന്ന് കയറിയെന്നുള്ളൂ എന്ന് കരുതി നീ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ മാപ്പ് എന്നൊന്ന് കരുതരുത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല. ഇതുവരെ വന്ന സ്ഥിതിക്ക് നീ അമ്മയെ ഒന്ന് കണ്ടേക്ക്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും. എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? മുകുന്ദന് ചായ എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. ഞാനേ നിന്നൊരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നത്.